ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ സ്വാഗതം. നിയമങ്ങൾ, നിബന്ധനകൾ, കൽപ്പനകൾ, തത്വങ്ങൾ സർവവും മറന്നാടും മലയാള നാട്. നിയമങ്ങൾ, നിബന്ധനകൾ, കൽപ്പനകൾ, തത്വങ്ങൾ സർവവും മറന്നാടും മലയാള നാട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് മാറ്റാൻ സമയമായി. കണ്ണുനീർ തുള്ളികൾ വീണുടയുന്നോരേ, കണ്ടില്ലെന്നു നടിക്കുന്നു രാഷ്ട്രീയ കേരളം. ഞങ്ങൾ അവതരിപ്പിക്കട്ടെ തമസോമ ജ്യോതിർഗമയ. കഥ തുടങ്ങുമ്പോൾ ഞാൻ അവരുടെ നാട്ടിലോട്ട് പോകുകയാണ്. നിങ്ങൾക്കും എൻ്റെ കൂടെ വരാം കേട്ടോ. ഹരിത മനോഹര വയലേലകള സമൃദ്ധമാണീ ഗ്രാമം. ഇളനീർ കുടങ്ങളേന്തും കേര പെൺകൊടിമാരുടെ ഗ്രാമം. കളകളമൊഴുകും പൂഞ്ചോലകളാൽ സുന്ദരിയായൊരു ഗ്രാമം. നാനാവർണ്ണ പൂക്കൾ വിടരും പൂമ്പാറ്റകളുടെ ഗ്രാമം. പച്ചവച്ച നെൽപ്പാടുകളും തെങ്ങിൻ തോപ്പുകളും അങ്ങിങ്ങാ തലയെടുത്ത് നിൽക്കുന്ന കരിമ്പിന കൂട്ടങ്ങളും നിറഞ്ഞ ചന്ദ്രഗിരി ഗ്രാമം. അതെ, ചന്ദ്രഗിരി ഗ്രാമം. ചന്ദ്രഗിരിയിൽ എന്താണ്? ദേ അവിടെ നോക്കൂ, ഒരു ഗേറ്റ് കണ്ടോ? ആ ഗേറ്റിന്റെ മുകളിലുള്ള കമാനം കണ്ടോ? സ്വർണ്ണ ലിപികളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നമുക്കത് വായിക്കാം. ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചന്ദ്രഗിരി. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് വെച്ചാൽ എന്താ? അഗ്നിച്ചിറകുമായി നക്ഷത്രരാജ്യം തേടും മനുഷ്യനെ വാർത്തെടുക്കാൻ. അഗ്നിച്ചിറകുകൾ വിടർത്തി ആകാശഗോളങ്ങളെടുത്ത് അമ്മാനമാടുന്ന ശാസ്ത്രജ്ഞന്മാരെ വാർത്തെടുക്കുന്ന സ്ഥലം. സുന്ദരമായ ഗ്രാമത്തിലെ അതിസുന്ദരമായ കലാലയം ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചന്ദ്രഗിരി. 6 മാസം മുമ്പ് നമ്മുടെ സൂര്യ ടി വി ഒരു വാർത്ത വന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? ചന്ദ്രഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ വൻ മയക്കുമരുന്ന് വേട്ട, ഒരു വിദ്യാർത്ഥി അറസ്റ്റ്. ഓർക്കുന്നില്ലേ നിങ്ങൾ ആ വാർത്ത? അതെ ഓർക്കുന്നു. അതേ കോളേജ് തന്നെ. അന്നൊരു തിങ്കളാഴ്ച ആയിരുന്നു, ഉച്ച സമയം. അതാ ഒരു ജാഥ കോളേജ് ഗേറ്റ് കടന്നു വരുന്നു. 500-ലധികം പെൺകുട്ടികൾ 2 ഭാഗത്തു നിന്ന് അധ്യാപകരും ആൺകുട്ടികളും അവരെ നോക്കി നിൽക്കുന്നു. അവരുടെ സമരം ഇങ്ങനെയാണ്: ലഹരികളിൽ നീരാടി വീഴുന്നൊരു തലമുറകൾ താവളമായി മാറുകയാണിവിടം. ലഹരികളിൽ നീരാടി വീഴുന്നൊരു തലമുറകൾ താവളമായി മാറുകയാണിവിടം. അതെ, അവരുടെ സമരം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയാണ്. ഈ സംഘത്തിന്റെ പേരാണ് ആക്ടിവേറ്റ്. അപ്പോ ഇവിടെ പഠിപ്പൊന്നുമില്ലേ? അവർക്ക് പഠിപ്പല്ല മുഖ്യം, ജീവിതമാണ്. നല്ല ജോലി, നല്ല ജീവിതം, ഇതൊക്കെ ആഗ്രഹിച്ചു വരുന്ന കുട്ടികളെ കാർന്നു തിന്നുന്ന ഒന്നുമല്ലാതാക്കി തീർക്കുന്ന മയക്കുമരുന്ന് മാഫികളെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇവരുടെ പ്രസിഡന്റാണ് ആയിഷ. പഠിക്കാൻ മിടുമിടുക്കായിരുന്ന ആദ്യ പെൺകുട്ടി. അവൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പ്രവർത്തിക്കാൻ ആരും മുന്നോട്ട് വരില്ല. ഇത് നാം തന്നെ ഏറ്റെടുക്കുകയാണ്, നമ്മളുടെ നല്ല നാളേക്ക് വേണ്ടി. അതുകൊണ്ട് ഹേ ലഹരി മാഫികളെ, ഞങ്ങൾ പറയുന്നു, ഇല്ല, നടക്കില്ല നിന്റെ കൂത്താട്ടങ്ങൾ പുണ്യവിദ്യാലയത്തിൽ. നിന്നെ തകർത്തു തരിപ്പണമാക്കുവാൻ ഇന്നിതാ ഞങ്ങളെത്തി. ഇല്ല, നടക്കില്ല നിന്റെ കൂത്താട്ടങ്ങൾ പുണ്യവിദ്യാലയത്തിൽ. നിന്നെ തകർത്തു തരിപ്പണമാക്കുവാൻ ഇന്നിതാ ഞങ്ങളെത്തി. നിർത്തടി. ശബ്ദം കേട്ട എല്ലാരും ആ ഭാഗത്തോടെ നോക്കി. അതാ അവൻ വരുന്നു. എന്താണ് നിനക്കൊക്കെ വേണ്ടത്? ഞങ്ങൾ എതിർക്കാൻ വന്നാലുണ്ടല്ലോ. ആരാണ് അയാൾ? അയാളാണ് ജബ്ബാർ, മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെ രാജാവ്. ഞങ്ങൾ പതറുമോ? ഇനി മുന്നോട്ട്. ഭീഷണികൾ പലകുറി വന്നാലും ഈ സമരം തുടരും. ഭീഷണികൾ പലകുറി വന്നാലും ഈ സമരം തുടരും. അങ്ങനെ ആ ദിവസം അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഊർക്കമെണീറ്റ് ആയിഷ കണ്ടത് എന്താണെന്നറിയോ? എന്താണ്?
ഒരു വാട്സപ്പ് മെസ്സേജ്, അവളുടെ ശബ്ദമില്ലാത്ത കുറെ ചിത്രങ്ങൾ. അവൾക്ക് സങ്കടം, ദേഷ്യം, ആളി കത്തി. അവൾ കോളേജിൽ ജബ്ബാറിനെ അറിയിച്ചെന്ന് അലറി. എടാ, ഒരു മൊബൈൽ സോഫ്റ്റ്വെയർ ഏത് തെമ്മാടികൾക്കും ചെയ്യാം. ഇതൊക്കെ എന്ത്? ഇതല്ല, ഇതിലും ഭീകരമാണ് നീ അനുഭവിക്കാൻ പോകുന്നത്. അന്ന് നിന്റെ ഫോട്ടോ കുത്താരും വാക്കുണ്ടായിരിക്കുന്നതാണ് ആദരാഞ്ജലികൾ. അവൾ നേരെ ഈ കാര്യം പ്രിൻസിപ്പാളിനോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരികെ പറഞ്ഞത് എന്താണെന്നറിയോ? മോളെ, നീ വെറുതെ പേടിക്കുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. റിട്ടയർ ചെയ്യാൻ എനിക്കിനി 1 വർഷമേ ഉള്ളൂ. അവരൊക്കെ വലിയ വലിയ ആളുകൾ. മോൾ പോയി ക്ലാസ്സിലിരിക്കേ. നിരാശയോടവൾ എങ്കിലും സമരം നിന്നില്ല. ഭീഷണികൾ പല കുറി വന്നാലും ഈ സമരം തുടരും. ഭീഷണികൾ പല കുറി വന്നാലും ഈ സമരം തുടരും. ഈ സമരം തുടരും. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. രാവിലെ 6 മണിക്ക് പ്രിൻസിപ്പാൾക്ക് ഒരു കോൾ. ഹലോ, എന്ത്? ആയിഷ, ഏത് ഹോസ്പിറ്റലിൽ? ഹോസ്പിറ്റലിൽ ആയിഷ കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് പ്രിൻസിപ്പാൾ നിന്നു. മോളെ, സാർ, ഞാൻ മരിച്ചു പോകുമോ? പ്രിൻസിപ്പാൾക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റിയില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം കോളേജിൽ തന്നെ മറവ് ചെയ്യണം. സാറേ, ഉപ്പാൻ്റെ സ്ഥാനത്ത്. അവൾക്ക് വാക്കുകൾ പോലും മുഴുവനാക്കാൻ പറ്റിയില്ല. ചേതനേറ്റ് അവളുടെ ശരീരം നോക്കി പീഡിനെ നെഞ്ചുമായി പ്രിൻസിപ്പൽ താഴെ ഇരുന്നു പോയി. മകളെ മാപ്പ് തരൂ, മകളെ മാപ്പ് തരൂ. ചന്ദ്രഗിരി എഞ്ചിനീയറിംഗ് കോളേജ് വരാന്തയിൽ ഐഷയുടെ മൃതശരീരം. കൂടെ നിന്നവർ തേങ്ങിക്കരയുന്നു. കൂടെ ആ ജബ്ബാറുമുണ്ട്. അതാ ചേരിപ്പാറ പോലീസ് ജീപ്പ്. അതിൽ നിന്ന് ഇൻസ്പെക്ടർ ഇറങ്ങി. ജബ്ബാർ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? നീ ആയിഷയെ വണ്ടി ഇടിച്ച് കൊല്ലുന്ന രംഗം CCTV ഫുട്ടേജിൽ പതിഞ്ഞിട്ടുണ്ട്. കേറി വണ്ടി. ഇതൊക്കെ കേട്ട് വിദ്യാർത്ഥികൾ രക്ഷാക്കുലരായി. എങ്ങനെയൊക്കെ പോലീസ് ജബ്ബാറിനെ കൊണ്ട് സ്ഥലം വിട്ടു. അവിടെ കൂടെ നിന്ന് ഓരോ വിദ്യാർത്ഥികളും വിളിച്ചു പറഞ്ഞു, ആയിഷ, ഇനി ഈ കോളേജിൽ ഞങ്ങൾ ആരെയും മയക്കുമരുന്ന് വിൽക്കാൻ സമ്മതിക്കില്ല. ലഹരികളിൽ നീരാടി വീഴുന്നൊരു തലമുറകൾ